അനുമോള് ബേബി ഹൗസിൽ വന്നിട്ടും ഈ സ്റ്റാർ മാജിക്കിൽ നിൽക്കുവാണെന്നാണ് അനുമോളുടെ വിചാരം. അതായത് സ്റ്റാർ മാജിക്കിൽ അവിടുത്തെ പുരുഷന്മാരുടെ ഇടയിൽ കുഞ്ഞനുജത്തിയായിട്ടൊക്കെയും പിന്നെ നമ്മുടെ തങ്കച്ചൻ്റെ അടുത്ത് ഒരു ലവറായിട്ടൊക്കെ അഭിനയിച്ച പോലെയാണ് ഇവിടെ വന്ന് നമ്മുടെ അനുമോളുടെ മാസ്മരിക പ്രകടനം. അതായത് സ്റ്റാർ മാജിക്കിൽ തനിക്ക് കിട്ടിയ ആ ഒരു പ്രത്യേകത ഇവിടെയും കിട്ടണം, പക്ഷേ ഇവിടെ കിട്ടുന്നില്ല. ഇവരെല്ലാവരും അങ്ങനെ ഇവിടെ ആരും അനിയത്തിയാക്കാനോ ചേച്ചിയാക്കാനോ കാമുകിയാക്കാനോ ഒന്നും വന്നവരല്ല. കഴിഞ്ഞ സീസണിലൊന്നും പോലെ ഇവിടെ അങ്ങനെ വലിയൊരു ഫ്രണ്ട്ഷിപ്പൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ലാട്ടൻ പറഞ്ഞിരുന്നു ഒരു കാർഡും ഇവിടെ ഇറക്കേണ്ട ആവശ്യമില്ലെന്ന്. ഇന്ന് രാവിലെ നമ്മുടെ അനുമോള് ഈ ഷാനവാസും അതുപോലെ തന്നെ ശരത്തും അക്ബറും ഒക്കെ ഇരിക്കുന്നിടത്ത് വന്ന് പറയുവാണ് ബാത്റൂമിൻ്റെ പുറത്ത് ആരോ യൂറിൻ ഇങ്ങനെ പാസ് ചെയ്തിരിക്കുന്നു. അത് എല്ലാ സീസണിലുള്ളതാണ്. ഈ പുരുഷന്മാർ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പുറത്തിങ്ങനെ കിടക്കുന്നു പറഞ്ഞാൽ പ്രശ്നം. ഈ പ്രാവശ്യവും ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. അനുമോൾ ഇത് പറയാൻ വന്നപ്പോൾ തന്നെ ഇവരത് അവഗണിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നീടും പല ആളുകൾ ചെയ്യുന്നുണ്ട്. അത് അനുമോൾ വന്ന് സംസാരിക്കുമ്പോൾ അനുമോൾക്കൊരു പരിഗണന കൊടുക്കണം. അത് ശരിയായ കാര്യമാണ്. എന്താ ചോദിക്കുക, ശരിയെന്ന് പറഞ്ഞ് വിടുക. പക്ഷേ അവിടെ ഇവർ അനുമോളെ തീർത്തും അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ കല്യാണത്തിൻ്റെ കാര്യവും കല്യാണ സദ്യയുടെ കാര്യമൊക്കെ പറഞ്ഞ് അനുമോൾ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. പക്ഷേ അത് അനുമോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയാണ്. നമുക്കത് എടുത്ത് കാണിക്കുമ്പോൾ അനുമോളുടെ ഫേസ് കാണുമ്പോൾ അറിയാൽ നമുക്ക് ആ ഒരു സ്റ്റാർ മാജിക്കിൽ എങ്ങനെയാണോ മറ്റുള്ളവർ ഈ അനുവിനെ കളിയാക്കുമ്പോഴുള്ള ആ ഫേസ് കട്ടും ആ ചിരിയും ആ ഒരു എന്താ പറയുക ഒരു പിണക്കമൊക്കെ കാണിക്കുമല്ലോ, അതേ രീതി തന്നെയാണ് ഇവിടെ അനുമോളും കാണിക്കുന്നത്. അതായത് സ്റ്റാർ മാജിക്കിൽ ഇതൊക്കെ കാണിച്ചപ്പോൾ പുറത്ത് ഒരുപാട് പേര് അനുമോളെ സ്നേഹിച്ചു. അതേപോലെ ഇവിടെയും ആ ഒരു പിന്തുണ ഉണ്ടാകും എന്നാണ് നമ്മുടെ അനുമോൾ വിചാരിക്കുന്നത്. പക്ഷേ അനുമോളുടെ കൺട്രോൾ കൈവിട്ട് പോകുന്നുണ്ട് കേട്ടോ. എത്ര നാൾ നമുക്കിങ്ങനെ ഫേക്ക് കാണിക്കാൻ പറ്റും? എപ്പോഴായാലും നമ്മുടെ തനി സ്വഭാവം പുറത്തേക്ക് വരും അല്ലേ? അതാണ് ഇന്നത്തെ ജയിൽ നോമിനേഷന് നമ്മുടെ അനുമോളുടെ തനി സ്വഭാവം പുറത്തേക്ക് വരികയാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഫോണൊന്നും കയ്യിലില്ല. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നമ്മൾ ആ ഒരു ഒരു പ്രോഗ്രാമിന് വേണ്ടി അഭിനയിച്ചിട്ട് നമ്മളങ്ങ് പോവുക ചെയ്യുന്നത്. പിന്നീട് നമുക്ക് വീട്ടിൽ ചെന്ന് നമ്മുടേതായിട്ട് ക്യാരക്ടർ ഇരിക്കാം. പക്ഷേ ഇവിടെ എത്ര നേരം നമുക്ക് അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും അല്ലേ? പലപ്പോഴും അനുവിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ക്യാരക്ടർ പുറത്തിട്ട് വരുന്നുണ്ട്. മറ്റുള്ളവരെ കുറിച്ചുള്ള കുശുമ്പും കുന്നായ്മയും പറച്ചിലും ആണുങ്ങളെല്ലാം വളരെ മോശമെന്നുള്ള പറച്ചിലും, എന്നാൽ ഈ ആണുങ്ങളടക്കി പോയിരുന്ന് അനാവശ്യമായ കാര്യങ്ങൾ പറയാൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു ഫേക്കായിട്ട് അവിടെയുള്ള മറ്റു സ്ത്രീകൾ പറയുന്നുണ്ട്. കാര്യം അനു ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ മറ്റുള്ളവർ അവഗണിക്കുന്നു. ഈ ഷാനവാസും ശരത്തും ഒക്കെ അവഗണിക്കുന്നു. എന്നിട്ട് അവിടെ പോയി നിന്ന് കഥ പറയാൻ നിന്നപ്പോൾ മറ്റുള്ളവർ പറയുന്നുണ്ട് ഇത് അനു മനഃപൂർവ്വം ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കുകയാണെന്ന്. കാര്യം അറിയാം, ആ സമയത്ത് ക്യാമറ എല്ലാം അവിടെ ഫോക്കസ് ആവും. ഈ സ്റ്റാർ മാജിക്ക് കാണിച്ച അതേ രീതിയിൽ പുറത്തേക്ക് പോകും. പുറത്ത് കുറേ ആൾക്കാർ അയ്യോ പാവം കൊച്ചേ എന്ന് പറയും. പക്ഷേ ഇങ്ങനെ പാവത്തരം കാണിക്കുന്നതല്ല, പെട്ടെന്ന് കരയുന്നതല്ല പാവം. ബോൾഡായിട്ട് പറയാനുള്ളത് എവിടെയും പറയുന്നതാണ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ. ചുമ്മാ നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് പാവം എന്ന് പറയുന്നത് ഇങ്ങനെ കരഞ്ഞ് മെഴുകി പറയിപ്പിക്കാം. നമ്മൾ പാവം എന്ന് ആരെയും കൊണ്ട് പറയിപ്പിക്കല്ല ചെയ്യേണ്ടത്. നമ്മൾ സ്ട്രോങ് ആണെന്നാണ് പറയിപ്പിക്കേണ്ടത്. എന്തിനേയും ഏതിനേയും നേരിടുന്ന ഒരു വ്യക്തി. അത് അവിടെ എനിക്ക് തോന്നുന്നു ജിസേൽ വളരെ സ്ട്രോങ് ആണ്, ബിന്നി സ്ട്രോങ് ആണ്, അതുപോലെ മറ്റ് പല ആൾക്കാരും സ്ട്രോങ് ആണ്. അവിടെ ഏറ്റവും കൂടുതൽ പരദൂഷണം പറയുന്ന വ്യക്തികൾ നമ്മുടെ അനുമോളും ശൈത്യയും ഒക്കെ തന്നെയാണ്. ഇവർ രണ്ടുപേരും കൂടിയാൽ എല്ലാവരെയും കുറിച്ച് കുറ്റവും കുറവും പറയാനേ നേരമുള്ളൂ. ഒരു നല്ല കാര്യം പോലും അവർ ഇതുവരെ ലൈവിൽ പറയാൻ നമ്മൾ കേട്ടിട്ടേയില്ല. അതായത് ടോട്ടലി നെഗറ്റീവ് മാത്രമാണ് അനുവും ശൈത്യയും അങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.